യാഥാർത്ഥ്യം എന്താണ്? മതപരതയാണോ പ്രശ്നം? അതല്ല, ഞാൻ നേരത്തെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, മതം കേവലം മതനിഷേധമായി തീർന്നതാണോ പ്രശ്നം? ഇന്ന് മതം പലർക്കും കേവലം പുറത്തു കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രകടനപരത മാത്രമാണ്. പ്രകടനപരതക്കപ്പുറത്ത് മതത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും സട്ടാവായ നമ്മുടെ നാഥൻ, ആ നാഥന്റെ നിയമം നിർദ്ദേശവും അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ബോധം കടന്നു വരികയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇവിടെയെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അതേ പരിഹാരമാകും. സ്വകാര്യതകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജനറ്റിക് മാപ്പിംഗ് നടത്തിയിട്ട് കേരളക്കാരന്റെ ജനറ്റിക് ഐഡന്റിറ്റി മനസ്സിലാക്കിയിട്ട് കേരളക്കാർക്ക് ആവശ്യമായ ജനറ്റിക് വെപ്പൺ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞനെ പിടിച്ചു വെക്കണമെങ്കിൽ, നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് ശരിയല്ല എന്ന് അയാൾക്ക് ബോധം നൽകണമെങ്കിൽ, അതിന് നേരത്തെ ഇവിടെ സ്വാമിജി സൂചിപ്പിച്ച യഥാർത്ഥത്തിലുള്ള ധർമ്മവും ആത്മീയതയും മതവും തന്നെയാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മൾ മറക്കരുത്. മതങ്ങളുടെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ. താങ്കളുടെ പ്രഭാഷണത്തിലുടനീളം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ പ്രവാചകന്മാരെ സൃഷ്ടിച്ചെന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർത്തു. അത് താങ്കൾ കേട്ടില്ല, അതിന് മറുപടിയും പറഞ്ഞില്ല. ദൈവങ്ങളെ സൃഷ്ടിച്ചു, ഇവരെല്ലാം കൂടി ചേർന്നാ പറഞ്ഞു. ആ പ്രവാചകന്മാരെ ചേർത്താണ് എന്റെ മറ്റു ഉപചോദ്യം വന്നത്. അപ്പൊ താങ്കളുടെ പ്രഭാഷണത്തിലുടനീളം നബി തിരുമേനിയാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുക. നബി തിരുമേനിക്ക് ശേഷം പ്രവാചകന്മാർ ഉണ്ടായിട്ടില്ലേ? ഇനിയും പ്രവാചകന്മാർ ഉണ്ടാവില്ലേ? അവസാനത്തേതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകാമോ? ആ ചോദ്യം. മതങ്ങൾ പ്രവാചകന്മാരെ സൃഷ്ടിച്ചു എന്നതിന് ഞാൻ മറുപടി അറിഞ്ഞില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മതങ്ങൾ പ്രവാചകന്മാരെ സൃഷ്ടിച്ചു എന്നത് മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള വാദത്തിനാണ് ഞാനിവിടെ മറുപടി പറഞ്ഞത്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. പ്രവാചകന്മാരാരും മതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. ലോകത്ത് നിങ്ങൾക്ക് എവിടെയുള്ള മത ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഏതെങ്കിലും ദൈവദൂതന്മാർ, പ്രവാചകന്മാർ അവരുടെ പേരിലോ പ്രദേശത്തിന്റെ പേരിലോ ഉള്ള മതം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രവാചകന്മാർ മതങ്ങൾ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. പ്രവാചകന്മാർ പഠിപ്പിച്ചത് നിങ്ങളുടെ നാഥനായ നിങ്ങളുടെ സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഇതാ പറഞ്ഞത്. അതെല്ലായിടത്തും പ്രവാചകന്മാരും അവരെല്ലാരും ഓരോരുത്തർ ഓരോ മതം സൃഷ്ടിച്ച് അവരെല്ലാരും ആ മതത്തിന്റെ ആരാധ്യന്മാരായി നിന്നിട്ടില്ല. എവിടെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ഇനി പ്രവാചകന്മാരുണ്ടാകില്ലേ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. ഇല്ല. മുഹമ്മദ് നബിയോടുകൂടി പ്രവാചകത്വത്തിന് അവസാനം കുറിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം വിശുദ്ധ പുരുഷന്മാരോ നന്മയുള്ളവരോ ഒന്നും പിന്നീട് ഉണ്ടാവില്ല എന്നല്ല. അത് ലോകത്തെല്ലായിടത്തുമുള്ള, നിങ്ങൾ പരിശോധിച്ചാൽ എല്ലായിടത്തുമുള്ള മഹാപുരുഷന്മാരെ കുറിച്ചുള്ള സങ്കല്പനങ്ങളിൽ ഒരു അവസാനത്തെ വ്യക്തിയെ കുറിച്ചുള്ള പ്രതീക്ഷ കാണാൻ കഴിയും. ഇപ്പൊ വൈഷ്ണവ മതപ്രകാരം കൽക്കി അവതാരം അവസാനത്തെ ആളാണ്, കലിയുഗത്തിൽ വരാനുള്ള കൽക്കി അവതാരം. ഇങ്ങനെ ഒരു അവസാനത്തെ വ്യക്തി എന്നുള്ള ചിന്ത എല്ലായിടത്തും കാണാൻ കഴിയും. യേശു ക്രിസ്തു പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യേശുവിന്റെ വചനങ്ങളിൽ, ഞാൻ പോയാൽ മറ്റൊരാൾ വരും, അയാൾ നിങ്ങളെ ലോകത്ത് സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് തീർച്ചയായും നമുക്ക് വിയോജിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായും വിയോജിക്കുമ്പോഴാണല്ലോ നമ്മൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാനിത് പറയുമ്പോഴേക്ക് അത് അതേപോലെ നിങ്ങൾ സ്വീകരിക്കും എന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ സ്വീകരിക്കുമെന്നോ അർത്ഥമില്ല. നമ്മൾ തീർച്ചയായും ഞാനൊരു ഇസ്ലാമികമായ ഭൂമികയിൽ നിന്നുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്നുള്ള വിഷയത്തിൽ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതാണ്. അപ്പൊ സ്വാഭാവികമായും എന്റെ വീക്ഷണങ്ങളും എന്റെ വിശ്വാസങ്ങളുടെയും സ്വാധീനം എന്റെ സംസാരങ്ങളിൽ ഉണ്ടാകും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമികമായി മുഹമ്മദ് നബി അന്തിമ പ്രവാചകനാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മൾക്ക് പരിശോധിച്ചാൽ മനുഷ്യർക്ക് മാറ്റങ്ങളൊന്നുമില്ലാതെ, കൈകടത്തലുകളൊന്നുമില്ലാതെ, എടുത്തുമാറ്റമൊന്നുമില്ലാതെ
പ്രക്ഷിപ്തങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കപ്പെടുന്ന വേദഗ്രന്ഥമാണ് ഒന്നാമതായി. ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതിനുള്ള തെളിവായി തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്ന തെളിവ് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് അതിന് തെളിവ് എന്നാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതിന് ഖുർആൻ തെളിവാണെന്ന് പറയുമ്പോൾ അത് കണ്ണടച്ച് എല്ലാവരും അംഗീകരിക്കണമെന്നല്ല ഖുർആൻ പറയുന്നത്. മറിച്ച് 2 പോയിന്റുകൾ ഖുർആൻ പറയുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. അവിടെ ഖുർആൻ തന്നെ ആവശ്യപ്പെടുകയാണ്, നമുക്ക് പരിശോധിക്കാം. ദൈവികം എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം, അതിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു നിരക്ഷരനായ മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഗ്രന്ഥം, അതിൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ, അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ദൈവികമല്ല എന്ന് ഖുർആൻ തന്നെ അംഗീകരിക്കുന്നു. നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഖുർആൻ പറയുന്നു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നാം നമ്മുടെ ദാസന് അവതരിപ്പിച്ചു കൊടുത്ത ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലൊരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. ഇത് അറബികളോട് അന്ന് നടത്തിയ ഒരു വെല്ലുവിളിയാണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാനുള്ള വെല്ലുവിളിക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് നമ്മുടെ പരിശോധനാക്ഷമമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഖുർആൻ പറയുന്നു, ഏത് അവസാനത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നാലും ലോകം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. പ്രവാചകന്മാരെങ്ങനെ വന്നാൽ ഏതെങ്കിലും ഒരാൾ ഏതായാലും അവസാനത്തെ ആളാവേണ്ടി വരുള്ളൂ, അല്ലെ? അപ്പൊ ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞു വന്നത് മുഹമ്മദ് നബി അന്തിമ പ്രവാചകനാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അക്കാര്യം മനസ്സിലാക്കുക. My name is Dr. C. Bhaskaran. I am ex-deputy general manager of NABARD, now working as an advocate in Trivandrum Bar. I am also a yoga teacher of Swami Ramdev. My question has, I first appreciate your attempt that you have made to make a discussion on the common messages and holy scriptures. I don't know the niche of truth represent. I am not representing any religion or any establishment. I am a free person. I don't know whether the niche of truth represents the mainstream Muslim community of Kerala or their religious establishment. If they represent, it is okay. Our discussions are very fruitful. If they don't represent, it is of no use. Let me tell you. Second, and you have said that the spirit of all religions are the same, but there are areas of difference. That is a very good observation. I appreciate your view. And many of the religious scholars who have come here, they have well studied some tenets of other religions and also the agenda of world powers. It is highly appreciable, and we were enriched by your knowledge, no doubt about that. But I request you one thing. There are so many religions in our world, and the main religion is Christianity, Islam, and then comes Hinduism and other religions. You said that there are areas of difference. If there are areas of differences, definitely there will be areas of fight. If there is areas of commonality, there will be less fight. And religions are now fighting. It is a naked truth. If a Christian pastor stands there, he will definitely prove his religion. If a Hindu stands there, he will prove his religion. If an Islamic man, he will prove that Muhammad is okay, Islam is okay. But is there any way to reduce the differences? Can there be a world government, please excuse me, to discuss the differences and reduce it and edit the religious scriptures so that the areas of differences can be reduced? One question. Then second question is, Malayalam. ഇവിടെ ഈ ലോകത്ത് മതവിശ്വാസികളുണ്ട്. ഞാനും മതവിശ്വാസിയാണ്, നിങ്ങളും മതവിശ്വാസിയാണ്. അപ്പൊ മതവിശ്വാസം വിശ്വസിക്കുന്നു നമ്മൾ നമ്മുടെ റിലീജിയസ് ടെസ്റ്റിൽ പറഞ്ഞ കാര്യം. അതേസമയം സത്യാന്വേഷികളുമുണ്ട്. സത്യാന്വേഷികൾ എല്ലാ റിലീജിയനിലും ഉണ്ട്. അപ്പൊ ഇന്ന് ലോകം രണ്ടായിട്ട് വിഭജിക്കുകയാണ്, സത്യാന്വേഷകരും വിശ്വാസികളും. വിശ്വാസികൾക്ക് അന്വേഷണത്തിന്റെ ആവശ്യമില്ല, അന്വേഷകർക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഇതിനെപ്പറ്റി ഇസ്ലാമിന്റെ നിങ്ങളുടെ വീക്ഷണം എന്താണ്? താങ്ക് യു. ഉത്തരം വലുതാണെന്ന് കംപ്ലൈന്റ് ചെയ്ത ആള് ചോദ്യമാണ് ഭയങ്കര. എന്താണ്
ലോകത്ത് വിശ്വാസികളും സത്യാന്വേഷികളുമാണുള്ളത്. ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് എന്താണ്? യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സത്യാന്വേഷണത്തിലൂടെയാണ് ഒരാൾ വിശ്വാസത്തിൽ എത്തേണ്ടതെന്നാണ്. വിശ്വാസം അന്ധമായി പിന്തുടരപ്പെടേണ്ടതല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഖുർആൻ പേർത്തും നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണമെന്ന്. അവ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് വിശ്വാസം സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും. അതല്ലാതെ കേവലം വൈകാരികതയിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലത്തിലോ അധിഷ്ഠിതമായിട്ടല്ല നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും തീരുമാനിക്കപ്പെടേണ്ടത്. ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട് അതാണ്. വിശ്വാസം നാം അന്വേഷണത്തിലൂടെ പഠനത്തിലൂടെ എത്തിച്ചേരേണ്ടതാണ് വിശ്വാസം എന്നുള്ളത്. ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉത്തരം തരാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ എഴുതി അയച്ചു തന്നാലും മതി. ഞാൻ അഡ്രസ് കൂടെ കൊടുത്തേക്കാം. നിങ്ങളുടെ ഈ സംരംഭത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം മറ്റൊരു മതം പോലും ഇങ്ങനെ ഒരു ചോദ്യോത്തരത്തിന് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ ചോദ്യങ്ങൾ ചുരുക്കിയെന്ന് പറയാം. ഒന്ന്, ദൈവം എന്ന പദത്തിന്റെ ഡെഫിനിഷൻ ആൻഡ് പ്രൂഫ്, അതിന്റെ നിർവചനവും തെളിവും എനിക്ക് വേണം. പിന്നീട് മറ്റൊന്ന്, രണ്ടാമത്തെ ചോദ്യം, ഈ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഏർപ്പാട് പൊളിച്ചെഴുതിയിട്ട് ഫ്രീഡം ഓഫ് സെക്സ് പൂർണ്ണമായി നടപ്പാക്കുന്നതല്ലേ മനുഷ്യന്റെ പുരോഗതിക്ക് ഏറ്റവും നല്ലത്? ചോദ്യത്തിന് ഉത്തരം. പിന്നീട് പോപ്പുലേഷൻ കൺട്രോൾ ഇപ്പോൾ ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന ഉപദ്രവം കൃത്രിമ കീടനാശിനികളെയും കൃത്രിമ വളങ്ങളെയും ഉപയോഗിച്ച് മനുഷ്യൻ രോഗത്തിലേക്ക് പോയി മനുഷ്യൻ മുഴുവനായി ഇവിടുന്ന് ഈ പ്ലാനറ്റിൽ നിന്ന് അന്തർസ്ഥാനം ചെയ്യാൻ പോവുകയാണ്. അതിന് ശരിയായി കണക്കിലെടുത്ത്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ തരാം, കണക്കിലെടുത്ത് പോപ്പുലേഷൻ കൺട്രോളിന് ഇസ്ലാം മതം മുൻകൈ എടുക്കുമോ? പിന്നീട് ഒരു ചോദ്യം കൂടി ആകാമോ? ദൈവത്തിന്റെ നിർവചനവും അതേപോലെ തന്നെ ഈ പ്രൂഫുമാണ് ചോദിച്ചിട്ടുള്ളത്. ഖുർആൻ ദൈവത്തിന് നൽകുന്ന നിർവചനം, ഖുർആനിലെ 112 അധ്യായത്തിലെ 4 വചനങ്ങളിലൂടെ ഖുർആൻ നൽകുന്ന നിർവചനം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഥവാ അല്ലാഹു ദൈവം സൃഷ്ടാവ്, അവൻ ഏകനും അദ്വിതീയനുമാണ്. ഏകൻ എന്ന് പറഞ്ഞാൽ അവന്റെ അസ്തിത്വത്തിൽ ഒന്നും വിഘടിപ്പിക്കാൻ സാധ്യമല്ല, അവനെ പോലെ മറ്റൊന്നും ഇല്ലതാണ്. രണ്ടാമത്തെ ഞാൻ മുഴുവൻ പറയാം, തെളിവ് ഞാൻ പറയാം. ഇത് ഡെഫിനിഷൻ അല്ലേ ഞാൻ പറയണ, ഇപ്പോ തെളിവ് പിന്നല്ലേ. അപ്പൊ രണ്ടാമത്തേത് അല്ലാഹു സമദ്, എല്ലാ വസ്തുക്കളും എന്തിനെ ആശ്രയിച്ചാണോ നിലകൊള്ളുന്നത്, എന്നാൽ ഒന്നിന്റെയും ആശ്രയം ആവശ്യമില്ലാത്തത് ആരാണോ അവനാണ് അള്ളാഹു എന്നാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ലം യലിദ് വലം യൂലദ്, ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത അവനാണ് അവൻ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തത്തുല്യമായി അവന് സമാന്തരമായി യാതൊന്നുമില്ല. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ സാർ, ഈ പ്രായത്തിൽ എത്ര ആവശ്യം കാണിച്ചാലും അപ്പൊ ചെറുപ്പത്തിൽ എത്ര ആവശ്യം ഉണ്ടാവില്ലേ? അപ്പോ പിന്നെ ഇതില് ഒന്ന് നിർവചനം, ഏകനും അദ്വിതീയനും, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും എല്ലാറ്റിനും ആശ്രയമായി ഭവിക്കുന്നവനും, ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്യാത്തവനും, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി താരതമ്യത്തിന് സാധ്യമല്ലാത്തവനുമായവൻ ആരാണോ അവനാണ് അള്ളാഹു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള ഡെഫിനിഷൻ. ഇനി അതിനുള്ള തെളിവാണ് ഖുർആൻ. ദൈവത്തിന് തെളിവന്വേഷിച്ച് പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ കണ്ണോടിക്കണം എന്നാണ് ഖുർആനിന്റെ നിർദ്ദേശം. തെളിവ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് തെളിവുണ്ടാവും. അപ്പോ ഞാനൊരു തെളിവ് പറയാൻ നിന്നാല് വേക്കുന്ന ആരെങ്കിലും എണീറ്റ് നിന്നിട്ട് സമയം കൂടുന്നു ചിലപ്പോൾ പറയും. അപ്പൊ അതുകൊണ്ട് വളരെ ചുരുക്കി ഒറ്റ സംഭവം ഞാൻ പറയാം, ഒറ്റ സംഗതി ആലോചിച്ച് നോക്കുക.
തേനീച്ച എന്നൊരു ചെറിയ ജീവിയുണ്ട്. തേനീച്ചയുടെ തലച്ചോറ് എന്ന് പറയാൻ പോലും പറ്റൂല, അത്രയും ചെറുതാണ് അതിന്റെ മസ്തിഷ്കം. തേനീച്ച അത് സാമൂഹ്യ ജീവിതം നയിക്കുന്നതാണ്. ഈ തേനീച്ച സാമൂഹ്യ ജീവിതം നയിക്കുന്ന തേനീച്ചക്കൂട്ടിലെ 3 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമായ മടിയന്മാർ, പെണ്ണുങ്ങൾ, ജോലിക്കാർ, സ്ത്രീകൾ. ആ ജോലിക്കാര് കൂട് നിർമ്മിക്കുന്നത് ഷഡ്ഭുജാകൃതിയിലാണ്. ഈ ഷഡ്ഭുജാകൃതിയിൽ നിർമ്മിക്കുമ്പോൾ ആ കൂട്ടിലെ കോണളവ് ഒരിക്കലും തെറ്റുന്നില്ല. എന്റെ സാറോട് ഞാനിപ്പോ ഒരു ഷഡ്ഭുജം നിർമ്മിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം പറയും, അല്ലെങ്കിൽ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ പറയും, നമ്മളുടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞാൽ പറയും, സ്കെയില് വേണം, പ്രൊട്രാക്ടർ വേണം, കോണ് വേണം, കോമ്പസ് വേണം, എന്നിട്ട് അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ചിട്ടുള്ള ഷഡ്ഭുജം നിർമ്മിക്കുക. അപ്പൊ തന്നെ കോൺ അളന്ന് നോക്കിയാൽ അളന്ന് തെറ്റുവരും. അതേസമയം ഈ സൂക്ഷ്മജീവിയായ തേനീച്ച വളരെ കൃത്യമായി കണിശതയോടുകൂടി കോണളവുള്ള കൂട് നിർമ്മിക്കുന്നു. ഈ കണിശത തേനീച്ച ഇവിടുന്ന് പഠിച്ചു. തേനീച്ച പഠിച്ചത് നമ്മൾ ഈ ഷഡ്ഭുജം വരക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സിന്റെ ടീച്ചർ വന്നിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. ഒരു തേനീച്ച ടീച്ചർ തേനീച്ച കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ല, അനുഭവിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയും അവയുടെ ജനിതക കോഡുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം. അത് തന്നെയാണ് പ്രശ്നം. ആരാണ് ഈ ജനിതക കോഡുകൾ രേഖപ്പെടുത്തിയത്? ആരാണ് ഇത്ര കൃത്യമായി സംഭവം? ഈ തേനീച്ച തന്നെ ആദ്യത്തെ തേനീച്ച പോകും, ഒരു ടീം തേനീച്ച പോകും കൂട് തേൻ കണ്ടുപിടിക്കാൻ. എന്നിട്ട് ആ ടീം വന്നതിന് ശേഷം ഒരു ഡാൻസ് ആണ്, അതിന് പറയാം വാഗിൾ ഡാൻസ്. വാഗിൾ ഡാൻസ് നടത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള തേനീച്ചകൾക്ക് വിവരം കിട്ടി സൂര്യന്റെ ഏത് ദിശയിൽ എത്ര കിലോമീറ്റർ പോയാൽ എത്ര മീറ്റർ പോയാലാണ് തേനുള്ള സ്ഥലമുള്ളത്. കറക്റ്റായിട്ട് അവർ പോകുന്നു, അവിടെ തന്നെ എത്തുന്നു. എങ്ങനെയാണ് ഈ ഡാൻസിലൂടെ ആശയക്കൈമാറ്റം നടത്തുക എന്നുള്ള കാര്യം തേനീച്ചകൾക്ക് പിടുത്തം കിട്ടിയത്? ഇവിടെയല്ല, ഇതിന്റെ എല്ലാം പിന്നിലുള്ള സ്രഷ്ടാവായ തമ്പുരാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇങ്ങനെ ഒന്നല്ല, ഒരുപാട് തെളിവുകൾ, ഇങ്ങനെ ഒരുപാട്. രണ്ടാമത്തെ പ്രശ്നം, കുടുംബം എല്ലാം നിർത്തിയിട്ട് സെക്സ് നമുക്ക് കോമൺ ആക്കി വ്യാപകവൽക്കരിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവില്ല. യഥാർത്ഥത്തിൽ സെക്സ് വ്യാപകവൽക്കരിക്കുക എന്ന, കുടുംബത്തിൽ നിന്ന് സെക്സിനെ മോചിപ്പിക്കുക എന്ന ആശയം ആൺപോയ്മയുടെ ആശയമാണ്. പുരുഷ മേധാവിത്വത്തിന്റെ, പുരുഷ തലച്ചോറിന്റെ ആശയമാണ്. എന്തുകൊണ്ടെന്നാൽ സെക്സ് എന്നുള്ളത് ഒരു ജീവശാസ്ത്രപരമായ പ്രതിഭാസമാണ്, ഒരു കൊടുക്കൽ വാങ്ങൽ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവശാസ്ത്രപരമായ ഈ കൊടുക്കൽ വാങ്ങലിൽ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ ശരീരം മാത്രം ഉണ്ടായാൽ മതി. എന്നാൽ സ്ത്രീക്ക് ശരീരം മാത്രമല്ല മനസ്സും കൂടി വേണം. അഥവാ താനിഷ്ടപ്പെടുന്ന, തനിക്കിഷ്ടമുള്ള ഒരാളുമായി ശരീരം പങ്കുവെക്കപ്പെടുമ്പോൾ മാത്രമാണ് സംതൃപ്തമായ ശാരീരിക ബന്ധം പോലും പെണ്ണിന് കഴിയുക എന്ന് ലൈംഗിക മനഃശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് സെക്സ് വ്യാപകവൽക്കരിക്കപ്പെടുക, കുടുംബത്തിൽ നിന്ന് വേർപെടുത്തുക എന്ന് പറയുമ്പോൾ സംഭവിക്കുക പുരുഷാധിപത്യവും പെണ്ണിന് പീഡനവുമായിരിക്കും, പ്രയാസവുമായിരിക്കും. മാത്രമല്ല യഥാർത്ഥത്തിൽ അധാർമികത വ്യാപകമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെയുള്ള പ്രശ്നം സെക്സ്, കുടുംബം. ഈ കുടുംബം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? മറ്റുള്ള സസ്തനികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനൊരു സവിശേഷതയുണ്ട്. ബാക്കിയുള്ള സസ്തനികളെല്ലാം അവയുടെ മുലകുടി പ്രായം കഴിഞ്ഞാൽ സ്വയം പര്യാപ്തരാകുന്നു. അതേസമയം മനുഷ്യന്റെ മുലകുടി പ്രായം കഴിഞ്ഞാൽ സ്വയം പര്യാപ്തരാകുമോ? 2 വയസ്സുള്ള കുട്ടിനോട് നീ സ്വയം പര്യാപ്തനാണ് പൊക്കോന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കുട്ടിക്ക് അഡോളസൻസ് വരെയെങ്കിലും, പ്രായപൂർത്തി എത്തുന്നത് വരെയെങ്കിലും മാതാപിതാക്കളുടെ സംരക്ഷണം ആവശ്യമുണ്ട്. ഈ സംരക്ഷണം നിലനിൽക്കണമെങ്കിൽ ഒരു കുടുംബ സംവിധാനം അനിവാര്യമാണ്. ഈ കുടുംബ സംവിധാനത്തിൽ നിന്ന് സെക്സിനെ പറിച്ചു നടാൻ വേണ്ടി ശ്രമിച്ച അമേരിക്കയെ പോലുള്ള സ്ഥലങ്ങളിൽ
സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 1990-കളിൽ അമേരിക്കൻ വാല്യൂസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കൻ വാല്യൂസ് എന്ന സംഘടനയുടെ ചെയർമാൻ ഡേവിഡ് ബ്ലാങ്കൻഹോൺ എഴുതിയ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ഫാദർലെസ് അമേരിക്ക എന്ന്. പിതാവില്ലാത്ത അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഓരോ വർഷവും അമേരിക്കയിൽ അന്നത്തെ കണക്കനുസരിച്ച് 25 ലക്ഷം കുട്ടികൾ പിതാവില്ലാതെ, പിതാവാരാണ് എന്നറിയാതെ ജനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അതിന്റെ ഫലം ഈ കുട്ടികളുടെ മാനസിക നിലവാരങ്ങളിലും സാമൂഹ്യ കൊള്ളക്കൊടുക്കുകളിലും കാണുന്നു. അതിന്റെ സ്വാഭാവികമായ അനുരണനമാണ് അമേരിക്കൻ സമൂഹത്തിലെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പുതിയ തലമുറയുടെ പ്രശ്നങ്ങളും എല്ലാം എന്ന് ഡേവിഡ് ബ്ലാങ്കൻഹോൺ എഴുതി വെക്കുന്നു. ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഈ രംഗത്ത് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും വസുവാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ദൈവത്തിന്റെ, അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയുണ്ടാവുകയും ആ ഇണയിലേക്ക് സമാധാനപൂർവ്വം ചാഞ്ഞു പോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു എന്നത്. നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും കാരുണ്യവും അവൻ ഇട്ടുതരികയും ചെയ്തു. ഇത് മനുഷ്യലോകത്ത് മാത്രമുള്ളതാണ്. മനുഷ്യനിൽ മാത്രമാണ് ലൈംഗികത ഒരു ബന്ധത്തിനും സ്നേഹകാരുണ്യങ്ങൾക്കും ജീവിതാവസാനം വരെയുള്ള ഒരേ യോജിച്ചുള്ള പോക്കിനും ഒരു കുടുംബ സംവിധാനത്തിനും എല്ലാം നിമിത്തമാകുന്നത്. അത് മനുഷ്യരുടെ സാമൂഹ്യ സംതൃപ്തിയുമായും മാനസിക സംതൃപ്തിയുമായി എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. ചുരുക്കത്തിൽ ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല. മൂന്നാമത്തെ പ്രശ്നം ജനസംഖ്യ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വലിയൊരു വിഷയമാണ്. ഞാൻ വിശദമായി സംസാരിക്കാൻ സമയം വളരെ വൈകിയിട്ടുണ്ട്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സത്യത്തിൽ ഒരു പ്രശ്നമാണ്, പരിശോധിക്കേണ്ടതാണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് മൂന്നാം ലോക രാജ്യങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി സാമ്രാജ്യത്വം കുറെ നാളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മൂന്നാം ലോക രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട സമ്പത്ത് പോപ്പുലേഷൻ ആണെന്നുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചൈന മുന്നോട്ട് പോയത്? ആ ഉള്ള പോപ്പുലേഷനെ ഉള്ള പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു സ്വാഭാവികമായും. പക്ഷെ ആളുകളുടെ എണ്ണം കൂടുതൽ എന്നുള്ള നിലക്ക് തന്നെ അവര് അതിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി സന്നദ്ധമായി അവർ ഇൻഡസ്ട്രിയലൈസ് ചെയ്തു. അതേപോലെ എന്തുകൊണ്ട് ഭാരതത്തിന് മുന്നോട്ടുള്ള പോക്ക് വരുന്നു? കേവലം ഭാരതം ലോകത്ത് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഒന്നാം ലോക രാജ്യങ്ങളെ കിടപിടിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്കാണ്. അങ്ങനെ പോകുമ്പോ നമ്മുടെ പ്രധാനപ്പെട്ട സമ്പത്ത് തന്നെ സത്യത്തിൽ പോപ്പുലേഷനാണ്. ആ പോപ്പുലേഷനെ പ്ലാൻ ചെയ്യുകയാണ് വേണ്ടത്. അതിന് പകരം ലോകത്ത് പറയുന്നത് കേട്ടാൽ മനുഷ്യൻ മാത്രമാണ് ഈ പ്രകൃതിയിൽ കൊള്ളരുതാത്തവെന്ന് തോന്നും. ബാക്കി എല്ലാ ജീവികളെയും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പണി മുഴുവൻ, അല്ലെ? അതേസമയം മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ കൊല്ലാനും മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനുമാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഗൗരവതരമായി ആലോചിക്കേണ്ട പ്രശ്നങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ പരിശോധിക്കണമെന്നാണ്. ലോകത്ത് പോപ്പുലേഷൻ കൂടിയാൽ ആകെ പ്രശ്നമാകുമെന്ന് ലോകത്തെ പറഞ്ഞു പഠിപ്പിച്ചത് മാൽത്തൂസാണ്. മാൽത്തൂസിന്റെ വാദപ്രകാരം 1990-ൽ ലോകം പട്ടിണി കൊണ്ട് ആകെ മരിച്ചിട്ടുണ്ടാവും. എന്നാൽ സംഭവം എന്താ? സത്യം എന്താണ്? ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പുതിയ ടെക്നോളജി വന്നു. ഈ ടെക്നോളജി വന്നപ്പോ കൂടുതൽ കാർഷിക വിപ്ലവം ഉണ്ടായി. കാർഷിക വിപ്ലവം ഉണ്ടായപ്പോ അതിനനുസരിച്ചുള്ള ഉത്പാദനം ഉണ്ടായി. ഈ ടെക്നോളജി ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയിൽ നിന്നല്ല സയൻസ് ഉണ്ടാകുന്നത്. ന്യൂട്ടന്റെ സമൂഹത്തിന്റെ കൂടി സൃഷ്ടിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഒരാൾ ഉയർന്നു വരുന്നത് ആ സമൂഹത്തിന്റെ കൂടി മൊത്തത്തിലുള്ള ഒരു ഫലമാണ് എന്നാണ് സാമൂഹ്യ മനഃശാസ്ത്രം പറയുക. അങ്ങനെയാകുമ്പോൾ
സമൂഹത്തിൽ ആളുകളുടെ എണ്ണം കൂടുതലുണ്ട് എന്നത് സമൂഹത്തിന് കൂടുതൽ പുരോഗതിക്ക് മാത്രമേ നിമിത്തമാകൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഒരു വലിയ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്ലാമും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പടച്ചോൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പടച്ചോൻ പര്യാപ്തനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്റെ പേര് കാഞ്ചന. ഞാൻ റിട്ടയർഡ് സ്റ്റോർ കീപ്പർ ഫാർമസിസ്റ്റ് ആണ്. ഞാൻ ശാന്തിഗിരിയിലെ ഒരു വിശ്വാസിയാണ്. ഞങ്ങളുടെ തത്വപ്രകാരം അന്നദാന, ആത്മബോധന, ആതുര സേവന, ആത്മബോധന 3 തത്വത്തെ അടിസ്ഥാനമാക്കി ഞങ്ങളുടെ ആശ്രമം നിലകൊള്ളുന്നത്. ഞങ്ങൾ ഖുറാനില് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ആചാര്യന്മാരെയും മാനിക്കുന്നു. ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു. ഏക ദൈവ ആരാധന ഈ കലിയിൽ എല്ലാവർക്കും ആവശ്യമാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഒരേപോലെ ആശയങ്ങളിൽ നമ്മൾ എത്തുള്ളൂ. അപ്പൊ ഹോളി സ്പിരിറ്റിന്റെ അളവ് നമ്മളിൽ എല്ലാവരിലും ഒരേപോലെ ക്രമീകൃതമായിട്ട് എത്തണമെങ്കിൽ ഒരേ ഒരു ഇതിനെ ആരാധിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഖുർആൻ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് മാർഗദർശനമാണ്. ഞങ്ങൾ അത് സ്വീകരിക്കുന്നത്. പിന്നെ ജാതി മതം അങ്ങനെ അതിലൊന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മതാതീയ ആത്മീയതയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മതങ്ങളെ ആദരിക്കുന്നുണ്ട്. ഞാൻ ഹിന്ദുവായിട്ട് ഞാൻ ജനിച്ചതുകൊണ്ട് ഞാൻ ഹിന്ദുവായി. അതുകൊണ്ട് വേറെ ഏതിലെങ്കിലും ജനിച്ചാൽ നല്ലതാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ക്യാൻസർ പേഷ്യന്റാണ്. ഡെത്ത് ഹെറിഡിറ്ററി ഫാമിലിയിൽ ഇത്രയും കൊല്ലം ജീവിച്ചിരിക്കണം എന്റെ ശരിയായ ദൈവവിശ്വാസം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും എന്റെ കർമ്മങ്ങളിൽ യാതൊരു കുറവുമില്ല. ഖുറാനൊക്കെ കുറെയൊക്കെ ഞാൻ പഠിച്ചു. പക്ഷെ എനിക്ക് പരിമിതികളുണ്ട് പോകാനായിട്ട്. എനിക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളും ചർച്ചകളും ഇഷ്ടമാണ്. മനുഷ്യന് പരസ്പരം സ്നേഹിച്ചെങ്കില് എല്ലാ മതങ്ങളെയും പരസ്പരം ആദരിച്ചെങ്കില് എന്നുവെച്ചാൽ എല്ലാം മനുഷ്യന് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. അല്ലാണ്ട് എല്ലാവരും ഒരേപോലെ സ്നേഹത്തിൽ. ഇന്നത്തെ പ്രശ്നം വിഗ്രഹാരാധനയാണ്. ചോദ്യത്തിലേക്ക് എനിക്ക് പറയാനുള്ള ഇതാണ്. ബൈബിളിലെ ഒരു വചനം ഞാൻ വായിച്ചിരിക്കുന്നത്. ദ്രവ്യാസക്തി തന്നെ വിഗ്രഹാരാധനയാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. അപ്പൊ വിഗ്രഹാരാധനയെന്ന് അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ മതം ഇതിന്റെ ഉണ്ടോന്ന് ഞാൻ വിചാരിക്കും. എല്ലാവർക്കും ദ്രവ്യാസക്തി. ഇവിടെ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായും നമ്മൾ രക്ഷയുടെ മാർഗമായി കാണുന്ന പാത അത് പഠനവിധേയമാക്കണം എന്നാണ് എന്റെ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ പഠിച്ചു വന്നത് ശരിയാകാം, തെറ്റാകാം. തീർച്ചയായും നമ്മൾ ഇപ്പോ തന്നെ സഹോദരി പറഞ്ഞു, അവര് പഠിച്ചു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഗുരുജിയുടെ പഠനങ്ങൾ വന്നപ്പോൾ ആ പഠനങ്ങളിൽ ആകൃഷ്ടരായി കൂടുതൽ ശരികൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പൊ ആ ശരികൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം തുടരുക. അതില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇവിടെ പരിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ മനുഷ്യർക്കുള്ള മാർഗദർശക ഗ്രന്ഥമായി സ്വയം പ്രഖ്യാപിക്കുന്നു. ഒന്ന് പഠിച്ചു നോക്കുക, മനസ്സിലാക്കി നോക്കുക. അപ്പോൾ നമുക്കത് സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ എന്ന് ബോധ്യപ്പെടുമല്ലോ. അപ്പോൾ അതുകൂടി നല്ലതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. കർമ്മം, കർമ്മഫലം, ഇത് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ്. ശങ്കരാചാര്യ സ്വാമികള് അദ്ദേഹത്തിന്റെ മോഹമുദ്ഗരത്തിൽ പറയുന്നുണ്ട്, പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനതി ജഡശയനം. ഇങ്ങനെ കർമ്മഫലങ്ങൾ അനുസരിച്ച് മനുഷ്യനല്ല ജീവജാലങ്ങളെല്ലാം തന്നെ അനവധി ജന്മങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. ഇതൊരു മുൻകൂർ ജാമ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം തെറ്റുകളിലേക്കും തിന്മകളിലേക്കും അധാർമികതകളിലേക്കും തിരിയാതിരിക്കാനുള്ള ഒരു താക്കീതായിട്ടാണ് ഈ കർമ്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇത് കുറെയൊക്കെ സ്വീകാര്യമാണെങ്കിൽ നമുക്ക് അക്രമത്തിലേക്കും അതുപോലെ ഹിംസയിലേക്കും തിരിയാതിരിക്കാൻ സാധിക്കില്ലേ? ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ? സഹോദരിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നേരത്തെ ഇവിടെ വിഷയ വിശദീകരണത്തിലും അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചോദ്യങ്ങളിലെല്ലാം വിശദീകരിച്ചതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പച്ചയായ സത്യമാണ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മകൾ ചെയ്യുവാനുള്ള അടിസ്ഥാന പ്രചോദനം സട്ടാവിനെ കുറിച്ചുള്ള തിരിച്ചറിവും അതോടൊപ്പം തന്നെ പരലോകത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധവും ബോധ്യവും. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഒരു യുക്തിവാദി പ്രതികരിച്ചത്, ദൈവ ബോധമില്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയതമ എന്നെ വഞ്ചിക്കുമായിരുന്നു, പരലോക ബോധമില്ലായിരുന്നുവെങ്കിൽ എന്റെ വേലക്കാരൻ എന്റെ സമ്പത്ത് മോഷ്ടിക്കുമായിരുന്നു. അടിസ്ഥാനപരമായി ദൈവബോധവും പരലോക ചിന്തയുമാണ് മനുഷ്യനെ നന്മയിൽ സജീവമാക്കാൻ പ്രചോദനം നൽകുന്നതും തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാൻ അടിസ്ഥാന പ്രേരണയും പ്രചോദനവും നൽകുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിൽ
വളരെ കൃത്യമായി നാളെയുടെ ലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മനുഷ്യന്റെ മരണത്തിന് ശേഷം വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് നമ്മളിൽ പല ആളുകൾ. അതിൽപ്പെട്ടതല്ല പുനർജന്മ ചിന്തയുമായി ബന്ധപ്പെട്ട ചിന്തകളും വീക്ഷണങ്ങളും ആശയങ്ങളും. പുനർജന്മ ചിന്തയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നമ്മെ എത്തിക്കുന്നത്, പ്രത്യേകിച്ച് പരിണാമവാദ പുനർജന്മ ചിന്തയുമായി ബന്ധപ്പെട്ട് രാഹുൽ സംസ്കൃത്യായനത്തിന്റെ വിശ്വദർശനങ്ങളിൽ 579 പേജിൽ മനുഷ്യന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പക്ഷം അവൻ വ്യത്യസ്തങ്ങളായ ബ്രാഹ്മണന്റെ ജനനേന്ദ്രിയത്തിൽ ജനിക്കുമെന്നും, അതേസമയം ചീത്ത കർമ്മങ്ങളാണ് ചെയ്യുന്നവരെങ്കിൽ ചണ്ടാളന്റെയോ പന്നിയുടെയോ പട്ടിയുടെയോ മകനായി അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്നുള്ള വീക്ഷണങ്ങളെല്ലാം പ്രത്യേകിച്ച് ചാന്ദ്രോപനിഷത്തിൽ 5-ാം മണ്ഡലത്തിലെ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ മന്ത്രവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇത്തരം ചിന്തകളും ആശയങ്ങളും യഥാർത്ഥത്തിൽ ജനങ്ങൾ വൈദിക കർമ്മകാണ്ഡങ്ങളിൽ നിന്ന് തെറ്റിപ്പോയപ്പോ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ജൈവലി രാജാവും ബ്രാഹ്മണനായ ആരുണിയും കൂടെ മുന്നോട്ട് വെച്ച ആശയവും വീക്ഷണവുമാണ് പുനർജന്മ ചിന്ത എന്ന് തുടങ്ങിയ വിശദീകരണങ്ങൾ രാഹുൽ സംസ്കൃതായത്തിന്റെ വിശ്വദർശനങ്ങളിലൂടെ നമ്മൾ വായിക്കുകയാണ്. അടിസ്ഥാനപരമായി മനുഷ്യ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടണം എന്നത് മനുഷ്യബുദ്ധിയുടെ മനുഷ്യന്റെ നീതിബോധത്തിന്റെ തേട്ടമാണ്. പക്ഷെ പലപ്പോഴും ഇവിടെ ഏതൊരു കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ ജന്മത്തിൽ സവർണനായി എന്നോ അല്ലെങ്കിൽ ഏതൊരു കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ രീതിയിൽ പന്നിയോ പട്ടിയോ ചണ്ടാളനായി പുനർജനിച്ചതോ എന്ന് ഒരിക്കലും ഈ വ്യക്തി അറിയുന്നില്ല, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നീതിബോധത്തിന്റെ അടിസ്ഥാന തേട്ടമാണ് ഏതൊരു കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ശിക്ഷിക്കപ്പെടുന്നത് എന്നും രക്ഷിക്കപ്പെടുന്നത് എന്നും തനിക്ക് ലഭിക്കുന്ന പദവിയും നേട്ടങ്ങളും അവൻ അറിയേണ്ടതുണ്ട്, അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ മനുഷ്യ നന്മകൾക്കനുസരിച്ചുള്ള ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുമെന്നും അതല്ല തിന്മകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ശക്തമായ ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഖുർആൻ വിശദീകരിക്കുന്നു. അടിസ്ഥാനപരമായ സ്വർഗ നരക ചിന്തകളാണ് യഥാർത്ഥത്തിൽ കഠോപനിഷത്തും അതേപോലെ ഈശാവാസ്യ ഉപനിഷത്തുകളും അതോടൊപ്പം തന്നെ ബൈബിൾ പഴയ പുതിയ നിയമപുസ്തകങ്ങളും വിശുദ്ധ ഖുർആനും അടിവരയിട്ട് പഠിപ്പിച്ചത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് നമുക്ക് പ്രചോദനം നൽകുന്ന അടിസ്ഥാന ഘടകവും ഇതാണ്. ഈ ലോകത്ത് ഇന്നല്ലെങ്കിൽ നാളെ വിട പറയേണ്ട നമുക്ക് നാളെയുടെ ലോകത്തെ രക്ഷ ലഭിക്കേണ്ടതുണ്ട്, മോക്ഷം ലഭിക്കേണ്ടതുണ്ട്. മനുഷ്യ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കപ്പെടുന്ന ഒരു ലോകം. ആ ലോകത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൻ നാരി വദഖലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഏതൊരുത്തനും മരണപ്പെടുക തന്നെ ചെയ്യും. നാളെയുടെ ലോകത്ത് അവന്റെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. നാളെയുടെ ലോകത്താണ് മനുഷ്യ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കപ്പെടുന്ന ഒരു വേദിയുള്ളത്. അന്ന് സ്വർഗപ്രവേശം ആർക്ക് സാധ്യമോ, നരകത്തിൽ നിന്ന് ആർക്കാണോ രക്ഷ ലഭിക്കുന്നത്, അവനാണ് ആത്യന്തികമായ മോക്ഷവും മോചനവും സ്വർഗവും നേടിയെടുത്തവൻ. ഒമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണെന്ന് തിരിച്ചറിയണം. ഈ അടിസ്ഥാന ആശയവും ആദർശവും ഭാരതീയരെ പഠിപ്പിച്ചവരായിരുന്നു പൗരാണികരായ ഋഷിവര്യന്മാർ. അതുകൊണ്ടാണ് രാഹുൽ സംസ്കൃത്യായന്റെ വിശ്വദർശനങ്ങളിലെ താളുകൾ മറിക്കുമ്പോൾ പൗരാണിക ഋഷിവര്യന്മാർ സ്വർഗ നരക ചിന്തകളിൽ വിശ്വസിച്ചിരുന്നു എന്നും നന്മ ചെയ്യുന്ന ആളുകൾ സ്വർഗപ്രവേശനത്തിലേക്ക് കാലെടുത്തു വെക്കുമെന്നും തിന്മകൾ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ജ്വലിക്കുന്ന ശിക്ഷയുണ്ട് എന്നും പാതാളത്തിൽ ആപതിക്കേണ്ടി വരുമെന്നുള്ള അടിസ്ഥാന ചിന്തകൾ അവരെ സ്വാധീനിച്ചിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ഈ അടിസ്ഥാന ചിന്തകൾ ഇന്ന് വിശ്വാസരംഗത്തെ വൈകല്യങ്ങളിലേക്ക് പോയി എന്നുള്ള വീക്ഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്, നന്മകൾ ചെയ്യാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ. കാരണം നാളെയുടെ ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു വേദിയുണ്ട്. അവിടെ രക്ഷ ലഭിക്കണം, അവിടെ മോക്ഷം ലഭിക്കണം, അവിടെ മോചനം ലഭിക്കണം. ആ അടങ്ങാത്ത കൊതിയും പൂതിയുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ, ഇതിന്റെ പിന്നാലെ പ്രവർത്തിച്ച സംഘാടകർക്ക് പ്രചോദനവും ആവേശവും നൽകുന്ന പ്രധാന ഘടകം. ഈ കൂടിയ നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് സ്രഷ്ടാവിനെ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, അവന്റെ മാർഗത്തെയും മാർഗദർശനത്തെയും തിരിച്ചറിയേണ്ടതുണ്ട്. അത് അറിഞ്ഞ ആളുകൾ എന്ന നിലയിൽ, അത് മനസ്സിലാക്കിയ ആളുകൾ എന്ന നിലയിൽ എത്തിക്കുക എന്ന ഉത്തരവാദിത്വവും അറിഞ്ഞവരുടേതാണ്, മനസ്സിലാക്കിയവരുടേതാണ്. ആ ബാധ്യത നിർവഹണവുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ബുദ്ധിയും അറിവും കഴിവും എല്ലാം തന്നെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തുകയും സട്ടാവിനെ
അറിയാൻ, അവന്റെ ശരിയായ മാർഗത്തെയും മാർഗദർശനത്തെയും അറിയാൻ, അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, അതുവഴി നാളെയുടെ ലോകത്ത് മോക്ഷവും സ്വർഗവും നേടിയെടുക്കാൻ ഇത്തരത്തിലുള്ള ചർച്ചകളും ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങളും നമുക്ക് പ്രചോദനമാകട്ടെ, ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരണം നൽകുകയും സ്വാഭാവികമായും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. ആ നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിലാണ് നാം ഓരോരുത്തരും സാക്ഷികളാകുന്നത്. തുടർന്നും ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് അടുക്കാനും അറിയാനും ഈ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സ്വാഭാവികമായും ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും, ഇനിയും ഒരുപാട് ചോദിക്കണമെന്ന ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷേ നമ്മൾ നിശ്ചയിച്ച സമയം ഇവിടെ തീരുകയാണ്, 2 മണി എന്ന് പറഞ്ഞു. പല സഹോദരങ്ങൾക്കും വ്യത്യസ്ത പ്രോഗ്രാമുകളും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും ഇനിയും അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും നിങ്ങൾക്ക് ഈ തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. തുടർന്ന് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരികയാണ്. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം. ഞങ്ങളുടെ തുടർന്നുള്ള അഡ്രസ്സും മറ്റും ഇവിടെ നിങ്ങൾക്ക് ഇവിടെയുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സഹോദരങ്ങളെ, സട്ടാവിനെ അറിയുവാനും ആ സട്ടാവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുവാനും അതിനുള്ള ചുറ്റുപാടുകളും സാധ്യതകളും ശരിയാവണ്ണം ഉപയോഗപ്പെടുത്തി ജീവിതത്തെ പരിവർത്തിപ്പിക്കണമേ എന്ന് ഉണർത്തുകയാണ്. ആ രീതിയിൽ ഈ ചർച്ചയെ, ഈ സ്നേഹ സംവാദത്തെ തുറന്ന മനസ്സുമായി നോക്കിക്കാണുകയും പഠനത്തോടെ തുറന്ന മനസ്സുമായി സട്ടാവിനെ അറിയുവാനുള്ള ഒരു തീരുമാനത്തോടെ മുന്നോട്ട് നീങ്ങാൻ ഈ സംവാദ സദസ്സും ഇത്തരത്തിലുള്ള ചർച്ചകളും സംഗമങ്ങളും ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിഷയം വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന ഈ സംവാദം നിങ്ങളുടെ മുന്നിൽ സമാപിക്കുകയാണ്. സട്ടാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.